ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഗ്നജീന മൈ സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നേരെ എല്ലാവരും കൂടെ ഐക്യയിലോട്ട് പോകണം. എന്താണ് ഐക്യ? അപ്പോൾ നമുക്ക് നേരിട്ട് പോവാം. ഓൾമോസ്റ്റ് കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും, ഇതൊരു ഫർണിച്ചർ ഷോപ്പ് സെൻ്ററാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ ഇതറിയാം. വീടിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം, പുതുതായിട്ട് വീട് വെക്കുന്നവരുടെ ഐഡിയാസ്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഐക്കെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഫുൾ ക്രിസ്മസ് തീം അവിടെ കയറുന്ന എല്ലാ കോർണറിലും ഉണ്ടായിരുന്നു. ആ ഒരു ക്രിസ്മസ് ട്രീ വരെ കണ്ടിട്ട് തന്നെ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയ കിട്ടും. ഓരോരോ നമ്മൾ വീട് കാണുന്നത് പോലെ തന്നെയാണ് ഇത്. ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി, കാരണം എനിക്കൊരു ലിമിറ്റഡ് ടൈം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ ഐഡിയാസിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ സാന്താക്ലോസൊക്കെ ഉണ്ട്, ആവശ്യമുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഞങ്ങളുടെ ഒരു വീട് കാണുമ്പോൾ നമ്മൾ ആദ്യം കാണത്തില്ലേ, സിറ്റ് ഔട്ട്, ഹോള്, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ കിട്ടിയതാണ് എടുത്തത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒരു കിച്ചണിലാണ്. കിച്ചണെന്ന് വെച്ചാൽ മോഡുലാർ കിച്ചണാണ്, മിനി കിച്ചണാണ്. അപ്പോൾ ഫ്ലാറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഫ്ലാറ്റിൽ കിച്ചൺ ഡിസൈൻ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ തന്നെ ഫ്ലാറ്റിൻ്റെ രീതിയിൽ തന്നെയാണ് സാധാ വീടുകൾ വരെ വെക്കുന്നത്. സ്പേസ് കുറഞ്ഞിട്ടുള്ള അടുക്കളയൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐഡിയ തന്നെ അവിടെയും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സെറ്റ് കിച്ചണിൻ്റെ ഒരു തീമാണ്. നല്ല പൊടികളെല്ലാം ഇങ്ങനെ ട്രാൻസ്പെറൻ്റായിട്ട് വെക്കുമ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. ആവശ്യമുള്ളത് മാത്രം എടുക്കുക, തിരിച്ചു വയ്ക്കുക. പിന്നെ എല്ലാം വൈറ്റിഷ് ഇവിടെ കളർ ചേഞ്ച് നമുക്ക് ചെയ്തു തരും, നമ്മൾ പറഞ്ഞാൽ മതി. പാത്രങ്ങളൊക്കെ വെക്കാൻ സ്റ്റാൻഡുണ്ട്, അപ്പോൾ അങ്ങോട്ടും ഇവിടെ തട്ടയും മുട്ടയും ഒന്നും ചെയ്യില്ല. പിന്നെ ഇവിടെയും കുറേ റാക്കുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൈസും അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഡിവൈഡ് ചെയ്ത് മേടിക്കാവുന്നൊരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ കളർ തീം നമ്മുടെ ചോയ്സാണ്. അപ്പോൾ കണ്ടോ, വാഷിംഗ് ഏരിയനകത്ത് ഇങ്ങനെ ഒരു പ്ലാന്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്താൽ കുറച്ച് വേറൊരു ലുക്കായിരിക്കും. ആ രീതിക്ക് തന്നെ. പിന്നെ വാഷിംഗ് ഏരിയയുടെ താഴെ തന്നെ ഗ്യാസ് സിലിണ്ടർ വെക്കാനും, പിന്നെ തൊട്ടടുത്ത് ഇതൊക്കെ കണ്ടില്ലേ, ഇതുമാതിരി തന്നെ. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു ജാറിൽ വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുടിക്കാം. പിന്നെ ഇത് മൊത്തം നമുക്ക് ഓവനിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒരു കവറിങ് ഷീറ്റാണ്, നമുക്ക് എടുത്ത് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഓരോന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള പ്ലേറ്റ്സ് സംഭവങ്ങളെല്ലാം ഇങ്ങനത്തെ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യിക്കുമ്പോൾ ഒരു കുഴപ്പവും വരില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് കിഡിൻ്റെ ആട്ടോ, കിഡിന് ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിൽ അവർക്ക് സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേണം. അപ്പോൾ ഇത്രയും ഒരു സ്പേഷ്യസ് ആകുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അതുപോലെ വെക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും റഷ് ആവില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫ്രിഡ്ജ് വയ്ക്കാം. ഫ്രിഡ്ജ് ഡബിൾ ഡോറാണ്, അതിനകത്തും വെൽ ഓർഗനൈസ്ഡ് ആട്ടോ ഓരോരോ സാധനങ്ങൾ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കിച്ചണായിരുന്നു, കാരണം കിച്ചണിൽ നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്. കുറച്ചും കൂടെ കാണുമ്പോൾ നമുക്ക് ഡബിളായിട്ട് തന്നെ കിട്ടും. കിച്ചൺ ആ കണ്ടതിന് തൊട്ടിപ്പുറത്ത് തന്നെ വന്നപ്പോഴാണ് ഈ ഒരു സെറ്റപ്പ് കണ്ടത്. ഇതൊക്കെ കുറേ ഡിസൈൻസിൻ്റെ മാതിരിയാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. വാൾ ഡെക്കറേഷൻ്റെ അത് തന്നെ റേറ്റ് ഉണ്ട്, അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് ആട്ടോ 299. അടുത്തോട്ട് വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ ഇപ്പുറത്തെത്തിയപ്പോൾ തന്നെ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലാണ്ട് ഓരോന്നായിട്ടും ആക്കാം. പിന്നെ നല്ലൊരു സോഫ സെറ്റിംഗ് ഉണ്ട്. ഇത് ഏകദേശം 2 ലക്ഷത്തിന് അടുപ്പിച്ചിട്ടുള്ള സോഫ സെറ്റിലായിട്ടപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ലിവിങ് ഏരിയ ആയിട്ട് വരും TV സംഭവങ്ങളെല്ലാം. അപ്പുറത്തെ കുട്ടിയുടെ ഒരു സ്റ്റഡിങ് ടേബിളായിട്ട് അറേഞ്ച്മെൻറ്റാണ് കാണാൻ കഴിയുന്നത്, കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ കറക്റ്റ് ഉണ്ട്, ലിവിങ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഈ ലിവിങ് ഏരിയ മൊത്തത്തിൽ നമ്മൾ മേടിക്കണമെങ്കിൽ ഇത് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചായിട്ട് വാങ്ങിക്കാം. അപ്പോൾ സ്റ്റഡി ടേബിളോടെ ഒലിവറിനെ പിടിച്ചങ്ങ് എത്തിയതാട്ടോ, പക്ഷേ ഒലിവർ ഇരിക്കുന്നേ ഇല്ല, അവന് ചാടിപ്പോണം. ഒലിവറിന് സ്യൂട്ടാവില്ല, കാരണം സേഫ്റ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഒലിവർ കുറച്ച് വലുതായാലും ഓക്കെയാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ കുറച്ചും കൂടെ വലുതല്ല, അവർക്ക് പറ്റിയ ഒരു ടേബിൾ തന്നെയാണ്. കണ്ടേ, നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആട്ടോ ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഓരോ സാധനങ്ങൾ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിനകത്ത് എന്ത് സാധനങ്ങൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാം, ഒന്നും പെട്ടെന്നൊന്നും പോകത്തില്ല. അതിനെ കൂടെ വെക്കാവുന്ന സാധനങ്ങളോട് നമുക്ക് കിട്ടും. ഇത് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഹെൽമെറ്റ് വരെ നമ്മൾ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലിപ്പാണ് കേട്ടോ ഇത്. ഒന്നിൻ്റെ റേറ്റ് വന്നിട്ട് 300 രൂപയാണ്. ഇതിനകത്ത് നമുക്ക് റെയിൻ കോട്ട്, നനഞ്ഞിട്ടൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് കാണിക്കാണ്ട് എക്സ്പോസ് ചെയ്യാതെ നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് വെക്കാം.
കണ്ടോ. അപ്പോൾ എനിക്ക് അവിടെ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ സ്പീഡിന് വീഡിയോ എടുത്തിട്ട് പോയത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ ഓരോരോ ഐഡിയാസ്. പിന്നെ ഇതിലൊക്കെ കുറച്ച് മെയിനായിട്ട് ആരും കാണാത്ത കാര്യങ്ങൾ ഞാൻ ക്യാച്ച് ചെയ്യാനാട്ടോ ഞാൻ കൂടുതലായിട്ട് നോക്കുന്നത്. ഇതെല്ലാം ഓർഗനൈസറിൻ്റെ സെറ്റാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് റേറ്റാണ്. നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കും. അത്രയധികം ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഇവിടെ എത്രയോ ആൾക്കാരാണ് വന്ന് കാണുന്നത്. എല്ലാവരും തൊട്ടും പിടിച്ചും എടുത്തൊക്കെയാണ് കാണുന്നത്. പക്ഷേ അതിനൊരു ഡാമേജ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവില്ല. നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾ ഓർഡർ കൊടുത്താൽ മതി. ഇതൊക്കെ ഒരു സാമ്പിളായിട്ട് അവർ വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു സ്റ്റൈലിഷ് കളറിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ, നമ്മുടെ വീടിങ്ങനെ ആയിരിക്കണം അങ്ങനെ സെപ്പറേറ്റ് കളർ ഡിസൈൻ ചെയ്ത രീതിക്കുള്ള കിച്ചണും ലിവിങ് ഹോളൊക്കെയാണ് കേട്ടോ അവിടെ കണ്ടത്. വളരെ ചെറിയതാണ്. പിന്നെ അവിടെ തന്നെ നമുക്കൊരു കിച്ചണിൽ മെയിനായിട്ട് എപ്പോഴും കാണുന്ന കാര്യങ്ങളല്ലേ, എപ്പോഴും നല്ല കിച്ചൺ. ഒരു വീടെന്ന് പറയുന്നത് എപ്പോഴും ഇതേപോലെ ഫുൾ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു കൗണ്ടർ ടോപ്പിംഗ് ഒന്നും അല്ല. ആവശ്യത്തിന് നമ്മൾ എല്ലാം പ്ലേറ്റ് ഇങ്ങനെ ഗ്ലാസ് അതെല്ലാം എടുത്ത് വയ്ക്കും. അതേ ഒരു ഐഡിയ തന്നെ ഇവർ കീപ്പ് ചെയ്തേക്കുന്നത്. അകത്തെടുത്ത് വയ്ക്കുന്നവർ അകത്ത് വെക്കാം, പുറത്ത് വയ്ക്കുന്നവർക്ക് പുറത്തും വയ്ക്കാം. അപ്പോൾ ഈ ഒരു സെറ്റ് ആ ഒരു രീതിക്കാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത്. എല്ലാവരും കോർണറിലാണ് ഫ്രിഡ്ജ് ആക്കിയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഓവനും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് വന്നപ്പോഴാണ് ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഒരു ഏരിയ കണ്ടത്. ഇവിടെ ഡ്രൈയിങ് സ്റ്റാൻഡ്, വാഷിംഗ് മെഷീൻ്റെ അത്, പിന്നെ ക്ലോത്ത്, ക്ലിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ അത് റഷാവില്ല. കുഞ്ഞ് സ്പേസ് കുറഞ്ഞിട്ടുള്ള വീടുകൾക്കൊക്കെ ഭയങ്കര അധികം യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ നേരെ വന്നപ്പം ടോയ്ലറ്റ് ബാത്റൂമിങ്ങിൻ്റെ സംഭവമാണ് കേട്ടോ. ലൈറ്റൊക്കെ തന്നെ നല്ല സൂപ്പർ ലൈറ്റാണ്. അടുത്തോട്ട് പോയെടുക്കുമ്പോൾ അവിടെ ആൾ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വിട്ടു കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും എവിടെ നമ്മൾ നോക്കിയാലും ഒരു വീടിൻ്റെ ഒരു പാർട്ട് അവിടെ കാണും എന്നതാണ് ഐക്കയുടെ പ്രത്യേകത. നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ലൊരു ചെയർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ബെഡ്റൂം നല്ല രീതിക്കുള്ള ലൈറ്റായിരുന്നു കേട്ടോ അവിടെ കിടന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയായിരുന്നു, മാറിയോ നോക്കിയപ്പം മാറിയിട്ടില്ല. ഒരു ഭയങ്കര ഡിസ്കഷനിലായിരിക്കും. പിന്നെ ഇവിടെ കണ്ട ക്ലോസറ്റിൻ്റെ കോർണറിലൊരു സ്റ്റാൻഡുണ്ട്. അപ്പം നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അല്ലാണ്ട് ഇത് നമുക്ക് കുറച്ച് ടോപ്പിലോട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ വാളിൽ ടോപ്പായിട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ക്രിസ്മസ്, ഇപ്പോൾ നമുക്ക് വർഷം എല്ലാം വരുമല്ലോ, ക്രിസ്മസ് വരും, ഓണം വരും, എല്ലാം വരും. അപ്പോൾ അതിനനുസരിച്ച് വീട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ കാണുന്നത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു ക്രിസ്മസിൻ്റെ റെഡ് കളറ്, അത് അങ്ങനത്തെ ടവൽസ്, ട്രീ എല്ലാം നല്ല ഭയങ്കര ഇതായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം ഒരു പാർട്ടാണ് കേട്ടോ. നല്ല ഓർഗനൈസാണ്. ആ ഓർഗനൈസറിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിനിമം അല്ല, കുറേ സാധനങ്ങളുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്യാതെ കൺജസ്റ്റ് ചെയ്ത് വെക്കാനും അതിന് പറ്റിയ ഓർഗനൈസറും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല സോഫയാണെന്ന് ഇരിക്കുമ്പം തന്നെ ഭയങ്കര സോഫ്റ്റാണ്. ഓരോന്ന് കണ്ടുകൊണ്ട് തളർന്നുകൊണ്ട് അമ്മയും ചാനൊക്കെ കയറി ഇരിക്കുക. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടതും പറഞ്ഞ് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊന്നും പോയില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ മൊത്തം ഫർണിച്ചറിൻ്റെ ഇതാട്ടോ. എല്ലാം ക്വാളിറ്റി ഫർണിച്ചറാണ്. റേറ്റൊക്കെ നല്ല ഇതാണ്. 25,000 സംതിങ് ഒക്കെ വരും. ഇതിൽ തന്നെ ഡബിൾ യൂസ് വരുന്ന സോഫ സെറ്റുകളെല്ലാം ഉണ്ട്. നമ്മുടെ വീടിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഫുള്ളായിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് അളവെടുക്കാം. ആവശ്യമുള്ളവർ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മാച്ച് ആണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ രീതിക്ക് വീതി കുറഞ്ഞത്, കൂടിയത്, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറ്റുന്ന രീതിക്ക് 99 രൂപ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സെറ്റ് വന്നപ്പോൾ ഇവിടെ മൊത്തം ഉള്ളത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസുകളാണ്. നല്ല ലുക്കാണ്. വെറും ട്രീ അങ്ങനത്തെ സാധനങ്ങളല്ല, വീട് മൊത്തത്തിൽ ഡെക്കറേഷൻ ചെയ്യും. നമ്മുടെ ക്രിസ്മസിന് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു, പക്ഷേ എനിക്ക് ടൈമില്ലാതായിപ്പോയി. നാട്ടിലേക്ക് വരേണ്ട സമയമായതുകൊണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് വീടിൻ്റെ എല്ലാ കോർണറിലും വെക്കുമ്പോൾ ഒരു ക്രിസ്മസ് വൈബ് നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെ വരാം. റേറ്റൊക്കെ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സമയത്താട്ടോ വന്നത്, അതുകൊണ്ട് നമുക്ക് ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ് കൂടുതൽ കാണുന്നത്. എപ്പോഴും ഇങ്ങനെ ഈ ഒരു റെഡ് കളറ് ക്രിസ്മസ് തീമിൻ്റെ ഐറ്റംസ് കാണണമെന്നില്ല. ഒരു സീസൺ അനുസരിച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. നമ്മളും അങ്ങനെയല്ലേ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ലിവിങ് ഏരിയ ഭയങ്കര ഒരു നോർമൽ, നല്ലൊരല്ല നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന ഒരു രീതിക്ക്. സാധാ നമ്മളല്ലാണ്ടുള്ള ഫർണിച്ചർ ഷോപ്പുമ്പോൾ ഭയങ്കര ക്ലീനായിരിക്കും. പക്ഷേ ഒരു വീടായിട്ട് കാണണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ കഴിക്കണം. ആ ഒരു വൈബ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്.
ഗാർഡൻ സെറ്റിങ്സിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഇതാണ്, ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സൂപ്പറാണ്. പിന്നെ ഈ റോസ് കളറിൻ്റെ തീം അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ വീട് ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യുക. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് വന്നപ്പോൾ ഓർഗനൈസറിൻ്റെ സെറ്റിലോട്ട് തന്നെ ഞങ്ങൾ വന്നു കേട്ടോ. അവിടെയും കുറേ ഉണ്ട്, സൂപ്പറായിട്ടോ അയക്കുക. ഹൈദരാബാദിലൊക്കെ വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റാണ്. നിങ്ങളൊന്ന് കണ്ടിട്ട് പോയാൽ മതി, വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും വരാൻ പറ്റാത്തവർക്കുള്ള വീഡിയോ ഒക്കെ കണ്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എടുത്തത്. എനിക്കും യൂസ്ഫുൾ ആവുമല്ലോ, നമ്മൾ വീഡിയോ സംഭവങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ ഐഡിയ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടായിട്ട് എടുത്തത്. പിന്നെ താണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റായിട്ട് താണ്ട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഷെൽഫ് ഓർഗനൈസ് ചെയ്ത് വാർഡ്രോബ് പോലെ കിച്ചണിൽ വെക്കാം. ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് നല്ല നല്ല പ്ലേറ്റ്സ് സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു നല്ലൊരു അലമാര സെറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കാണാനും പറ്റും. നല്ല രീതിക്ക് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ മറ്റുള്ളവർ കാണാനൊക്കെ പറ്റുന്ന നല്ലൊരിതാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ വെക്കുന്നവർക്ക് വെക്കാം, ഓപ്പണായിട്ട് വെക്കുന്നവർക്കും വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊടിയടിക്കും എന്നുള്ള പ്രശ്നമുള്ളവർ ഗ്ലാസ്സിൽ തന്നെ വെച്ചാൽ മതി. ഇവിടെ തന്നെ ഇതുണ്ട്, ഇത് പ്ലെയിനായിട്ട് നിൽക്കുക, ഒരു കോർണറിൽ തന്നെ സെറ്റ് ചെയ്യും. സൈസ് വളരെയധികം കുറവാണ്, ഏത് മിനിമൽ സൈസ് വരെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഒരിതാട്ടോ. അപ്പോൾ റേറ്റൊക്കെ എല്ലാം ഞാൻ പറയാം, ഫർണിച്ചറിനാകുമ്പോൾ നമുക്ക് സാധാ റേറ്റിംഗ് അല്ല, നല്ലൊരു എക്സ്പെൻസുള്ള സാധനമാണ് ഫർണിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊരു ഐഡിയ കണ്ടിട്ട് നമുക്ക് ചെയ്യിപ്പിച്ചൊക്കെ ആക്കാം. അപ്പോൾ തടിയിലൊക്കെ ചെയ്യിപ്പിച്ച് ഓണായിട്ട് ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അവർക്കുള്ള ഐഡിയാസിനും ഇത് സൂപ്പറാണ്. അപ്പോൾ കണ്ട എല്ലാ രീതിക്കും വെക്കാം. നമുക്ക് കോമൺ റൂമിൽ അല്ലെങ്കിൽ കിച്ചൺ, ഡൈനിങ് ഏരിയ അവിടെ എല്ലാം സെറ്റ് ചെയ്ത്. ഈ കോർണറിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്ക് ഏത് കോർണർ വേസ്റ്റ് ആക്കാണ്ട് വെക്കേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് നല്ലധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോർണർ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെ. വുഡിലാട്ടോ അവർ ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾ മോഡുലാർ കിച്ചൺ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വുഡൊക്കെ തന്നെയാണ്. അതിലേക്ക് കറക്റ്റ് മെറ്റീരിയൽ ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഇപ്പോഴത്തെ ന്യൂ ഫാഷനായിട്ടുള്ള കിച്ചൺ, ഇപ്പോഴത്തെ മോഡേൺ കിച്ചൺ, മോഡുലാർ കിച്ചൻ്റെ സെയിം ഇത് തന്നെ. പിന്നെ കുറേ വാർഡ്രോബുകളാണ് കേട്ടോ ഉള്ളത് എല്ലാം. അത് വാർഡ്രോബിൻ്റെ സെക്ഷൻ ഒരു സെപ്പറേറ്റ് ആയിരുന്നു, മറ്റേതിൻ്റെ കൂടെ അല്ലാണ്ട് 11,000 സംതിങ് ഒക്കെയുള്ള റേറ്റിംഗ് എല്ലാം ഉണ്ട്. നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചറിന് അത്രയും റേറ്റ് കൊടുത്തിട്ടാണല്ലോ മേടിക്കുന്നത്. അല്ല, നല്ലൊരു ബെഡ് കണ്ടു, ബെഡിനകത്താണ് താഴെ എല്ലാം ഓർഗനൈസ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കുന്ന നല്ല ബെഡ്, കോട്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് കോമൺ ആണ്, പക്ഷേ ഇത് കുറച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെ നല്ലതാണ്. പില്ലോ വരെ അറേഞ്ച് ചെയ്ത് കുട്ടികളൊക്കെ ഞാൻ സൈഡിൽ നോക്കിയപ്പോൾ അതിൽ കിടന്ന് ഫുള്ള് ചാട്ടമായിരുന്നു. പിന്നെ സൈഡിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേബി ബെഡ് വരെ ഉണ്ട് കേട്ടോ. 2 കുട്ടികൾക്ക് കിടക്കാനായിട്ടുള്ള ടോപ്പും ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ടായിട്ടുള്ള ബെഡ് സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വാശേരി വന്നപ്പം കണ്ടതാണ് കേട്ടോ ഒരാൾ കുടിക്കുന്നത്. ഇവിടുത്തെ സെറ്റപ്പാണ്. ഒലിവർ വെച്ചതിനും ഒരു റൂം ഏറ്റെടുത്ത പോലെ അങ്ങ് ഇരിക്കുകയാണ്. നമ്മുടെ ബെഡ്റൂം മാതിരി മിററും സെറ്റിങ് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു റൂമായി കഴിഞ്ഞു ആ ഒരിത്. പിന്നെ തിരിഞ്ഞപ്പം കണ്ട നല്ലൊരു ഫ്ലവർ, സൂപ്പർ. കാരണം ക്രിസ്മസിന് ഈ ഒരു ഫ്ലവർ ഇട്ടാൽ മതി ഹോളിൽ, നല്ലൊരു വൈബായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇതാണ്. പിന്നെ നേരത്തെ കണ്ടില്ലേ വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കോമൺ ആട്ടോ. നമ്മൾ ഹൈജീനിക്കായിട്ട് കുടിക്കുന്നതാണ്, ആവശ്യത്തിന് വെള്ളം വേസ്റ്റ് ആവത്തുമില്ല. അങ്ങനെ ഇത് ലൈറ്റിങ് ഇത് ഷൂറാക്ക് സെറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എടിപിടി ചാടി എടുത്തതുപോലൊരു ഐഡിയ എന്താണ് ഐക്കയിലെ സെറ്റപ്പൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഞാൻ വിശ്വസിച്ചു. ഹൈദരാബാദിലേക്ക് വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റിന് ഐക്ക, അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും കൂടെ അടിച്ചേക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻസ് അങ്ങനെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കാണുന്ന കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് തന്നെ ഷെയർ ചെയ്യും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖില ചീന മൈ സ്റ്റൈൽ.